അപ്പോൾ ഹായ് ഗായ്സ്, iOS 18 ലോഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ iOS 18ൻ്റെ അപ്ഡേറ്റ് 15 Pro Max ആണിപ്പോൾ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ എനിക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് അപ്ഡേറ്റ് കിടപ്പുണ്ട്. ഒന്ന് 17.7ൻ്റെയും ഒന്ന് 18ൻ്റെയും. 17.7ൻ്റെ ഇപ്പോൾ ഇത് അപ്ഡേറ്റുകൾ ഇല്ലാത്ത ഡിവൈസുകൾക്ക് വേണ്ടി മെൻഷൻ ചെയ്ത് വന്നേക്കാണ്. നമ്മളത് ചെയ്യുന്നില്ല. iOS 18ൻ്റെ അപ്ഡേറ്റാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരു ബ്രീഫായിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമ്മളിതിൻ്റെ ആപ്പ് ഡാറ്റാസ് എല്ലാം, നമ്മുടെ ഫോട്ടോസ്, ഡോക്യുമെൻറ്റ്സ്, കാര്യങ്ങളെല്ലാം വേറൊരു പെൻ ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വേറൊരു ഡിവൈസിലേക്കോ ഒന്ന് ബാക്കപ്പ് എടുത്ത് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം iOS 18ൻ്റെ അപ്ഡേറ്റ് ഫസ്റ്റ് ലോഞ്ചിങ്ങിന് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കറക്റ്റായിട്ട് ഇപ്പോഴും അറിയില്ല. ചെയ്ത് വരുന്നേ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മളൊരു 1 to 2 വീക്സ് വെയിറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർ ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടോയെന്ന് ആരെങ്കിലുമൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുക. അതല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഡാറ്റാസ്, നമുക്ക് വേണ്ടപ്പെട്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ബാക്കപ്പ് എടുത്ത് വയ്ക്കുന്നത് ഒരു സേഫ് സൈഡാണ്. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ചെയ്യാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ്, അതായത് ഡിസ്പ്ലേ ചേഞ്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജെന്യൂൻ അല്ലാത്ത പാർട്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിലപ്പോൾ ആ എന്ത് പാർട്ടാണോ ചേഞ്ച് ചെയ്തത് അത് ചിലപ്പോൾ വർക്ക് ചെയ്യാതെയാവും. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. I would prefer to read all these details and all the updates what they are giving and just go ahead with that one. അതാണ് ഞാനിപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 4.5 GB ആണ്. ചില ഡിവൈസ് ഇപ്പോൾ 4.5 GB ആണ്. ഞാൻ വേറൊരു ഡിവൈസിൽ കണ്ടത് 6 GB ആണ്. അത് ഓരോ ഡിപ്പെൻസ് മാറുന്നുണ്ട്. അതെന്താണെന്ന് കറക്റ്റ് ബാക്കപ്പ് കിട്ടിയിട്ടില്ല അതിൻ്റെ. ഇപ്പോൾ ഇതിന് 4 GB ആണ് എനിക്ക് കാണിച്ചത്. 4.03 ആണ് എനിക്ക് കാണിച്ചേക്കണത്. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇടുന്നതാണ്. സോ ഈ പോയിന്റുകൾ ശ്രദ്ധിക്കുക. അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് all your data should be backed and make sure there is no aftermarket parts are in your devices. Okay? അപ്പോൾ ഗൈസ്, iOS 18 കാണാം നമുക്കിനി. താങ്ക് യു.